ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പലരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് പല രീതിയിൽ നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം ചെറിയൊരു ഓപ്ഷൻ ആണെങ്കിൽ പോലും, ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വാട്സപ്പ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് പലതരത്തിലുള്ള മെസ്സേജുകൾ, നമുക്ക് വോയിസ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത്. ഇവിടെ നമുക്ക് എന്റെ ഫ്രണ്ട് നമുക്കൊരു ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ താഴെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് മെസ്സേജ് അയക്കാറ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ വന്നിരിക്കുന്ന മെസ്സേജിന്റെ മേലെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യും അല്ലെ. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ നമുക്ക് റിയാക്ഷൻ മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമോജി നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ അയക്കുക. അതിന് പകരം ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മേലെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. 2 പ്രാവശ്യം വിരലോട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടില്ലേ ഇമോജീസ് നമുക്ക് മേലെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഒരു ഇമോജി സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഇമോജി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. കണ്ടില്ലേ താഴെ ഇമോജി വന്നിട്ടുണ്ട്. ഇനി ഈ ഇമോജി കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി വന്നു. ഇനി നമുക്ക് ഇവിടെ കണ്ടില്ല ഒരു പ്ലസ് ഐക്കൺ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇമോജീസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് മേലെ നമുക്ക് വന്നിരിക്കുന്ന ഇമോജികൾ കൂടാതെ കൂടുതൽ ഇമോജീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇഷ്ടംപോലെ ഇമോജീസ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഏത് ഇമോജി വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ചിലർക്ക് അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഇമോജിന് മേലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ടു റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ടാപ്പ് ടു റിമൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമോജി നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് വന്നിരിക്കുന്ന മെസ്സേജിന്റെ മേലെ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം വിരലോണ്ടൊന്ന് ടാപ്പ് ചെയ്യുക. ദെൻ നമുക്ക് ആ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കാണാം. ജസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ മേലെ ഡബിൾ ടാപ്പ് ചെയ്യുക. കണ്ടില്ലേ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റിമൂവ്, ടാപ്പ് ടു റിമൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക.